ഇന്ന് ഏപ്രിൽ 21. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ പി ഭാസ്കരൻ എന്ന കവി, സിനിമാ ഗാനരചയിതാവ്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് 101-ാം ജന്മദിനം. നിർഭാഗ്യവശാൽ അദ്ദേഹം നേരത്തെ തന്നെ പരലോകപ്രാപ്തിയായി. പക്ഷേ 101-ാം ജന്മദിനം ഭാസ്കരനെ ഓർമ്മിക്കാനുള്ള, ഭാസ്കരൻ മാഷ് എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും ആദരപൂർവ്വം വിളിച്ചുകൊണ്ടിരുന്നത്. ഭാസ്കരൻ മാഷ് എന്നാണ്. ഭാസ്കരൻ മാഷെ ഓർക്കേണ്ട ഒരു ദിവസമാണ് എന്ന് പത്രികയ്ക്ക് തോന്നി. ഇതിനെ ഓർക്കാൻ പറ്റിയ ആളാരാ? ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ശ്രീ ഗായത്രി അശോകാണ് ഇതിന് ഏറ്റവും യോഗ്യനായ ആൾ. ചിത്രകാരനാണ്, പാട്ടുകാരനാണ്, പത്രികയ്ക്ക് അപരിചിതനൊന്നും അല്ല താനും. അതുകൊണ്ട് ഭാസ്കരൻ മാഷിനെ ഓർമ്മിക്കാനായിട്ട് ഞാൻ ശ്രീ ഗായത്രി അശോകിനെ ക്ഷണിക്കുന്നു ഈ പ്രോഗ്രാമിലേക്ക്. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഈ നമ്മുടെ വള്ളത്തോൾ, ഉള്ളൂർ, ആശാൻ, ഈ 3 പേര് കവിത്രയങ്ങൾ എന്നറിയപ്പെട്ടവരാണ്. അതിനുശേഷം കവിത്രയം എന്നറിയപ്പെട്ടവരാണ് വയലാർ, ഭാസ്കരൻ മാഷ്, ONV. ഈ 3 പേര്. ഈ 3 പേരുടെയും ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവർ സിനിമാ പാട്ട്, സിനിമാ ഗാനങ്ങൾ എഴുതുന്നു, അതിൻ്റെ അവാർഡ് ആ രീതിയിലൊക്കെ പോകും. ബട്ട് കവി എന്നുള്ള നിലയ്ക്ക് സിനിമാ പാട്ടുകളുടെ ഒരു പ്രത്യേകത, അത് സിറ്റുവേഷന് വേണ്ടി എഴുതുന്നതാണ്. അതിന് സംഗീതം കൊടുക്കുമ്പോൾ അതിൽ ചില അക്ഷരങ്ങൾ മാറ്റണം, മറിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക, ഇതൊക്കെ സിനിമാ പാട്ടിൽ വേണ്ടി വരും. ഒരു ക്രാഫ്റ്റാണത്. കവി എന്നുള്ള നിലയിൽ ഉള്ളിൽ നിന്ന് വരുന്ന കവിത, വിഷയം, സാഹിത്യം, ആ വാക്കുകൾ ഒക്കെ അൺബ്രിഡിൽഡാണ്. ആരും അതിൽ മോഡറേറ്റ് ചെയ്യാനില്ല. കവിയുടെ സർവതന്ത്ര സ്വതന്ത്രമായ ഒരു വിഹാരരംഗമാണ് കവിത. അപാരേ കാവ്യസംസാരേ കവിരേവ പ്രജാപതി എന്ന് പറയും. കാവ്യസംസാരം സാഗരത്തിൽ അൺഡിസ്പ്യൂട്ടഡ് പ്രജാപതിയാണ്, രാജാവാണ് കവി. എന്തും ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ രീതിക്കും ഈ 3 പേരും പ്രശസ്തന്മാരായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കുമ്പോൾ 3 പേരും മലയാള സിനിമയിൽ പാട്ട് എഴുതിയവരാണല്ല. പക്ഷേ ഇവർ കവികളായിട്ട് അംഗീകരിക്കപ്പെടുന്നത് മൊത്തം ഭാരതത്തെ അവരുടെ കവിതയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. ഇപ്പോൾ ഭാസ്കരൻ മാഷിന് ആദ്യത്തെ സാഹിത്യ അക്കാദമി പുരസ്കാരം 1980 കിട്ടുന്നത് ഒറ്റക്കമ്പിയുള്ള തമ്പുരു എന്ന അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യത്തിനാണ്. വയലാറിനാണെങ്കിൽ സർഗസംഗീതം എന്ന ഖണ്ഡകാവ്യത്തിനാണ്. ONVക്ക് ഉജ്ജയിനി എഴുതേണ്ടി വന്നു ജ്ഞാനപീഠം കിട്ടാനായിട്ട്. ഉജ്ജയിനി എന്ന് പറയുമ്പോൾ തന്നെ ഉടൻ നമ്മൾ കണക്ട് ചെയ്യും കാളിദാസൻ ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ രീതിയിൽ ഭാരതത്തെ സ്വാംശീകരിക്കുമ്പോഴാണ് ഇവരൊക്കെ കവികളായിട്ട് മാറുകയും കവി എന്ന നിലയിൽ അംഗീകാരം നേടുകയും ചെയ്തത്. അതല്ലെങ്കിൽ ഒറ്റക്കമ്പിയുള്ള തമ്പുരു എന്ന് പറയുന്നത് ബംഗാളിലെ എക്താര എന്ന് പറയുന്ന വാദ്യമാണ്. മലയാളത്തിൽ ആ വാദ്യത്തിന് പ്രചാരമില്ല. അങ്ങനെ ഒരു അംഗീകരിക്കപ്പെട്ടൊരു വാദ്യമൊന്നും അല്ല മലയാളത്തിൽ ഈ എക്താര എന്ന് പറയുന്നത്. അത് ബംഗാളിൽ പക്ഷേ ബാവുൽ ഗായകന്മാർ എന്ന് പറഞ്ഞിട്ട് ONVയുടെ ഒരു കവിതയുണ്ട്, ബാവുൽ ഗായക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എക്താര എന്ന വാദ്യം മൊത്തം ഭാരതത്തിൽ ആകർഷണത്തിനുള്ള ഒരു വാദ്യമാണ്. പക്ഷേ പരക്കെ മലയാളികൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഭാസ്കരൻ മാഷ് മലയാളം എന്നുള്ളത് വിട്ടിട്ട് മൊത്തം ഭാരതം, ബംഗാളിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന, എക്താര കൊണ്ടുവരുന്ന ആ ഒരു അവസ്ഥ എത്തിയപ്പോഴാണ് ഭാസ്കരൻ മാഷിനെ കവി എന്നുള്ള നിലയിൽ അംഗീകാരം തേടി വരുന്നത്. എന്നാൽ സിനിമാ പാട്ട് അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങൾ പണ്ട് സാറ് ശ്രദ്ധിച്ചു കാണും. സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു എൻ്റർടൈനറായിട്ടാണ് തുടക്കം. ആ ഒരു എൻ്റർടൈനർ, നീലക്കുയിൽ, അങ്ങനെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതിന് വലിയ അവാർഡുകൾ കിട്ടിയിട്ടുള്ളൂ. എന്നാലും ബേസിക്കലി തമാശ നിറഞ്ഞ ഒരു കലാരൂപമാണ് സിനിമ, നാടകം. അല്ലാത്തതാണെങ്കിലും അതിനകത്ത് കോമഡിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. തമാശപ്പാട്ടുകൾ അന്ന് മിനിമം 2-3 തമാശപ്പാട്ടുകൾ നിർബന്ധമായിരുന്നു സിനിമ. പിന്നെ അത് കുറഞ്ഞു, പിന്നെ അത് ഇല്ലാതെയായി.
തമാശ സിനിമകൾ ഇറങ്ങുമ്പോൾ പോലും അതിൽ തമാശ പാട്ടുകൾ ഇല്ല. ഇപ്പോൾ പൈ ബ്രദേഴ്സ് ഒരു ഫുൾ തമാശ സിനിമയാണ്. മാന്നാർ മത്തായി സ്പീക്കിംഗ് തമാശ സിനിമയാണ്. പക്ഷെ തമാശ പാട്ട് അതിനകത്ത് ഇല്ല. ഉണ്ടെങ്കിലും ഒരു ലൈൻ എന്തെങ്കിലും അവൻ കുലുക്കുന്ന കുലുക്കഴിക്കുന്ന ഗുലുമാൽ എന്നൊക്കെ പറഞ്ഞ് ഒരു ലൈൻ ഇങ്ങനെ പുറകിലേക്ക് വെക്കും. അതല്ലാതെ തമാശ പാട്ടില്ല. പക്ഷെ 50കളിലും 60കളിലും ഒക്കെ തമാശ പാട്ടുകൾ ഇഷ്ടം പോലെ വരുമായിരുന്നു. അതിൽ അഗ്രഗണ്യനായിരുന്നു ഭാസ്കരൻ മാഷ്. സാറിന് ഭാസ്കരൻ മാഷിൻ്റെ തമാശ പാട്ടുകൾ നായര് പിടിച്ച പുലിവാലിലുണ്ടല്ലോ, ഹാലു പിടിച്ചൊരു പുലിയച്ചൻ, പുലിവാലു പിടിച്ചൊരു നായരച്ചൻ, നടുവില് നട്ടം തിരിഞ്ഞ് നമ്മള് ഹലാക്കിലായി ചങ്ങാതി. നായര് പിടിച്ച പുലിവാല്. അതുപോലെ ഡോക്ടറിലൊരു പാട്ടുണ്ട്, കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100ന്റെ നോട്ട് കൊണ്ട, അങ്ങനെ ഒരു പാട്ടുണ്ട്. പിന്നെ ഇതിലെ ആഭിജാത്യത്തിലുണ്ട്, തള്ളു 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 തള്ളു, അടൂർഭാസി പാടി അടൂർഭാസി പാടുന്ന പാട്ട്. ചക്കിക്കൊത്തൊരു ചങ്കരൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, ചക്കയ്ക്കൊത്തൊരു പിച്ചാത്തി. പിന്നെ അടൂർഭാസി വേറൊരു തമാശപ്പാട്ട് പാടിയിട്ടുണ്ട്, സ്ഥാനാർത്ഥി സാറാമ്മയിൽ. കുരുവിപ്പെട്ടി, നമ്മുടെ പെട്ടി, കടുവാപ്പെട്ടിക്ക് വോട്ടില്ല. അടൂർഭാസി അങ്ങനെ കുറെ പാട്ടുകൾ തമാശപ്പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതുപോലെ അടൂർഭാസി അല്ലല്ലോ നമ്മുടെ വിഷയം. ഇതേ സമയം ഭാസ്കരൻ മാഷ് തമാശപ്പാട്ട്, പ്രണയ നിർഭരമായ പാട്ടുകൾ, അത് കേരളത്തിൻ്റെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ശരിക്കും വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷം, പ്രത്യേകിച്ച് നമ്മളുടെ ഇവിടുത്തെ യുവതികളുടെ മനോവ്യാപാരം അതൊക്കെ വളരെ മനോഹരം. യുവതികളുടെയും യുവാക്കന്മാരുടെയാണ്, ചെറുപ്പക്കാരുടെ മനോവ്യാപാരം. പ്രത്യേകിച്ച് അന്ന് അധികം വെളിപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രണയം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ. അതെ അതെ. വാട്സപ്പ് ഒന്നുമില്ല. പ്രണയം പലരും ഉള്ളിൽ ഒതുക്കുമായിരിക്കും. ഉള്ളിൽ ഒതുക്കിയിട്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒരാളോടൊരു പ്രണയം വെളിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ തന്നെ ഇത് കണ്ടു കഴിയുമ്പോൾ, സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കും പറഞ്ഞ പോലെ, കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇത് പറയാൻ പറ്റാത്ത സർവാംഗം ഭാസ്കരൻ മാഷ് അത് ഈ ഗോപുരക്കിളിവാതിലിൽ നൂപുരധ്വനി കേട്ട മനുഷ്യർ. അപ്പൊ അതില് ഇവൻ സാധകം ചെയ്ത് വെക്കുകയാണ് പ്രേമസംഗീതം. പക്ഷേ ഈ സംഗീതം മറന്ന് ഇവൻ കൈയും കാലും വിറച്ച് ഏത് കിളിവാതിലിൽ അവളുടെ പാദസരത്തിന്റെ ഒച്ച കേട്ടു. കിളിവാതിലിൽ നൂപുരധ്വനി കേട്ട നാൾ ഞാൻ മറന്നു സ്വാഗതഗീതം എന്നും സാധകൻ ഞാൻ ചെയ്തു വെച്ച പ്രേമസംഗീതം. ഇത് മറന്നു പോയിട്ട് ഇവൻ കൈകാലം വരച്ച് നിന്നു പോകും. ആ ഒരു വളരെ ടെൻഡറായിട്ടുള്ള പ്രണയം അത് പാട്ടിൽ കൊണ്ടുവരാൻ സാമാന്യമായ സാമർഥ്യം. ഭാസ്കരൻ മാഷ് ഒരു പ്രത്യേകതയായിരുന്നു അത്. വയലാറൊന്നും അങ്ങനെ ആയില്ല. വയലാറിന് കുറച്ചുകൂടി ഒരു ബോൾഡ് സമീപനം. ചക്രവർത്തി അങ്ങനെയല്ലേ, പുഷ്പപാതകം പുറത്ത് വെച്ച് അകത്ത് വന്ന് ഞാൻ കയറി വാ എന്നിട്ട് ആ വാതിലടച്ച് കുറ്റിയിടുക. ഇത് വളരെ ബോൾഡായ പ്രണയമാണ്. പക്ഷേ ഭാസ്കരൻ മാഷിലെ ഒരു കാമുകനും ഈ പരിധി ലംഘിച്ചുള്ളവനല്ല. ഒരു ഉള്ളിൽ മുളച്ച് വരുന്ന, തനിയെ മുളയ്ക്കുന്ന പ്രണയത്തിൻ്റെ അങ്കുരങ്ങൾ, അത് വളരെ ടെൻഡറായിട്ട് ആ ഭാവമൊക്കെ ഭാസ്കരൻ മാഷിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. വയലാറിൻ്റെ വേറൊരു രീതിയിലേക്ക് പോകും. വയലാറുമായിട്ട് ഞാൻ താരതമ്യം ചെയ്യില്ല. വയലാറിൻ്റെ ഒരു സ്ഥാനം വയലാറിനുണ്ട്. പക്ഷെ ഭാസ്കരൻ മാഷ് ഇപ്പോൾ മധുരപ്രതീക്ഷിതൻ അങ്ങനെ ഒരു പാട്ട് സാർ ഓർക്കുന്നുണ്ടോ? മധുരപ്രതീക്ഷിതൻ പൂങ്കാവിൽ വെച്ചൊരു മണിവേണു ഗായകനെ കണ്ടുമുട്ടി, അനുരാഗയമുന തൻ തീരത്തു വെച്ചൊരു അജപാല ബാലകനെ കണ്ടുമുട്ടി. അതല്ലേ? അതെ. അതിൽ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു മ്യൂസിക്കുമില്ല. സാധാരണ പാട്ടുകളൊക്കെ തുടങ്ങുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ നിന്നാണ് പാട്ട്. ഇതിനതില്ല. വെടിപ്പൊട്ടുന്ന പോലെ പ്രതീക്ഷിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട് സാർ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ നിങ്ങളാവശ്യപ്പെട്ട ഗാനങ്ങൾ, അത് ആഴ്ചയിലൊരിക്കലേ ഉള്ളൂ ആകാശവാണിയിൽ.
അത് കേൾക്കാനായിട്ട് ഇങ്ങനെ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ അതിന് മുമ്പിലിരിക്കുമ്പോൾ എപ്പോഴും ആദ്യത്തെ പാട്ട് മധുരപ്രതീക്ഷ. അത്ര ഹിറ്റായിരുന്നു. അതാണ് അത്ര ഹിറ്റായിരുന്നു. അതിൻ്റെ രചനയും അതിൻ്റെ സംഗീതവും. ആരാ സാർ അതിൻ്റെ സംഗീതം? പുകഴേന്തി. അത് പലർക്കും അറിയില്ല. ഇപ്പോൾ നല്ല ലൈൻസ് ഉണ്ട്. മുത്തു കൊടുത്തിട്ടും സ്വർണം കൊടുത്തിട്ടും മറ്റെന്തോ കിട്ടുവാൻ കാത്തു നിന്നു അവൻ, മറ്റെന്തോ കിട്ടുവാൻ കാത്തു നിന്നു. അതൊരു വലിയ സമസ്യയാണ്. എന്താണ് ഈ മറ്റെന്തോ കിട്ടുവാൻ? അല്ല, അത് അതിൻ്റെ ഉത്തരം ആ പാട്ടിൽ പിന്നീട് പറയുന്നുണ്ട്. ആരോമൽ പെണ്ണിന്റെ ഹൃദയം മാത്രം തങ്കക്കിനാവുകൾ തളിരിട്ട് നിൽക്കുന്ന നിൻകരൾ മാത്രം എനിക്ക് പോരും സഖി, നിൻകരൾ മാത്രമേ എനിക്ക്. ആദ്യം ഹൃദയം എന്ന് പറയുന്നു, പിന്നെ കരൾ എന്ന് പറയുന്നു. രണ്ടും എന്റെ കരളെന്ന് എന്റെ ഹൃദയം എന്ന് പറയുന്നത്. അതെ, ഈ പ്രണയത്തിന്റെ തലത്തിൽ ഇതൊക്കെ അങ്ങ് ഒന്നായിട്ട് മാറും. അപ്പോൾ പിന്നെയുള്ളത് ഞാൻ കണ്ടിട്ടുള്ള ഈ മഞ്ഞണി പൂനിലാവിൻ അസലൊരു പാട്ടാണ്. അസല് പാട്ടെന്ന് പറഞ്ഞാൽ അതൊരു മലയാളി പെൺകിടാവിൻ്റെ, ഒരു പെൺകുട്ടിയുടെ, ഒരു യുവതിയുടെ ഒരു ആഗ്രഹങ്ങൾ മുഴുവൻ പ്രതിഫലിപ്പിച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. വളരെ രസമായിട്ട്. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോൾ. ആ പേരാരൻ കടവത്ത് മഞ്ഞൾ അരച്ച് പൂനിലാവാണ് അരച്ചു വയ്ക്കുന്നത്. ഇത് രസമായ ഭാവന. അത് സാർ, അതിൽ ഒരു അനുബന്ധ കഥയുണ്ട് ആ പാട്ടിലെ. ഈ ലൈൻ ഞാൻ പറയാം. പാതിരാ പാലകൾ തൻ വിരലിങ്കൽ പൗർണമി മോതിരമണിയിക്കും മധുമാസത്തിൽ താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ ഒരു കൊച്ചു പന്തലിൽ ഒരു കൊച്ചു മണ്ഡപം പുളിയിലെ കരമുണ്ടും കിനാവു കണ്ടേൻ. ഒക്കെ അത്രയുള്ള സങ്കല്പം. ഒരു കൊച്ചു പന്തല്, ഒരു കൊച്ചു മണ്ഡപം, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വന്നിട്ടാണ് താമരമാലയുമായി ചിങ്ങമെത്തും താന്നിയൂരമ്പലത്തിൽ ഒരു കൊച്ചു പന്തലിൽ ഒരു കൊച്ചു മണ്ഡപം പുളിയിലെ കരമുണ്ടും. അവരുടെ മാക്സിമം സ്വപ്നം അതാണ്. ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കഴിഞ്ഞ് ബാക്കി ജീവിതം കഴിഞ്ഞു പോകുക. ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് എൻ്റെ മേലധികാരി, അദ്ദേഹം കാസർഗോഡുകാരനാണ്, മലയാളിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഡാ, നമ്മൾ മലയാളികൾ ഗുണം പിടിക്കാത്തത് ഈ ഒരു കൊച്ചു എന്ന് പറഞ്ഞ് നടന്നിട്ടാണ്. കൊച്ചു വീട്, കൊച്ചു ഇമാജിൻ ചെയ്യാൻ പോലും ധൈര്യമില്ല. എനിക്ക് വലിയൊരു ബംഗ്ലാവ് വേണം, വലിയ കോമ്പൗണ്ട് വേണം, വണ്ടി വേണം. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് കൊച്ചു മതി, ചെറുത് മതി. അങ്ങനെ നമ്മൾ കൊച്ചു കേരളം എല്ലാവരും പറയുന്നതാണ്, കൊച്ചു കേരളം. അങ്ങനെ അല്ല, വലിയ കേരളം എന്ന് വെച്ചാൽ വലിയ ഏരിയ എന്നല്ല ഉദ്ദേശിക്കുന്നത്, വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള. ഇത് സങ്കല്പിക്കാൻ പറ്റാഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ആയി പോകുന്നത്. അദ്ദേഹത്തിനും ഈ പാട്ടുകാരനല്ല, പക്ഷെ പാട്ടിൽ താല്പര്യമുള്ള ആളായിരുന്നു. അപ്പം ഞാനീ ഒരു കൊച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത്, നീ നോക്ക്, ഒരു കൊച്ചു സ്വപ്നത്തിൽ ഇങ്ങനെ അങ്ങനെ നമ്മൾ എല്ലാം കൊച്ചു കാര്യങ്ങളാണ്. ഞാൻ പറയാൻ വന്നതല്ല, ഈ ഇതിൽ താന്നിയൂരമ്പലത്തിൽ കഴകക്കാരൻ, ഈ താന്നിയൂർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ എന്നാൽ താന്നിയൂരെന്ന് കേട്ടാൽ നമുക്ക് താന്നിയൂർ കേരളത്തിലെ ഏതോ ഒരു സ്ഥലം എന്നുള്ള തോന്നൽ വരും. ഇത് വന്ന് MT വാസു എന്നാർ ഭാസ്കര മാഷിനോട് ചോദിച്ചു, മാഷെ എവിടെ ഈ താന്നിയൂര്? മാഷ് പറഞ്ഞു, അങ്ങനൊരു സ്ഥലമുണ്ടെന്ന് വാസുവിന് തോന്നിയോ? തോന്നി. എന്നാൽ അങ്ങനൊരു സ്ഥലമില്ല. വാസു പറഞ്ഞു, സ്ഥലമില്ല. ഇല്ല, പക്ഷേ താന്നിയൂരെന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാ മലയാളിക്കും തോന്നും, താന്നിയൂർ ഇവിടെയാണ്, കോട്ടയത്തോ അല്ല, കൊല്ലത്താണ്. ഇല്ലെന്നേ, മലപ്പുറം ജില്ലയില. ഇങ്ങനെയൊക്കെ തോന്നും. അത്ര ഫെമിലിയറാണ് താന്നിയൂർ എന്നുള്ളൊരു ഗ്രാമം. എന്നാൽ അങ്ങനെ ഒരു ഗ്രാമമില്ല.
താനൂരുണ്ട്, താനൂരുണ്ട്, തവനൂരുണ്ട്, പന്നിയൂരുണ്ട്. ഇതാണ് ഭാസ്കരൻ മാഷിൻ്റെ. ആ താന്നിയൂര് അങ്ങനെ ഒരു അമ്പലമുണ്ടെന്നും അതിനടുത്ത് പുഴയുണ്ടെന്നും അതിനടുത്ത് ആലും അവിടെ മഞ്ഞളരിക്കൽ എല്ലാം ആ അമ്പലത്തിലെ കഴകക്കാരൻ ഇതെല്ലാം കൊണ്ടുവന്നു. തനി മലയാളിത്തം മുഴുവൻ സാങ്കല്പികമാണ്. അത് എന്തൊരു സാമർഥ്യമാണ്, ബ്രില്യൻസ്. ആരും ഇങ്ങനെ ഒരു ഇല്ലാത്ത ഗ്രാമം ഉണ്ടാക്കിയിട്ടില്ല. ഈ സിനിമ പിടിക്കാനായിട്ട് സെറ്റിടും ആൾക്കാർ, ബട്ട് സിനിമാ പാട്ടിൽ ഒരു സെറ്റ് ഇട്ടിട്ട് അത് യാഥാർത്ഥ്യമാണെന്ന് മലയാളിയെ കൊണ്ട് വിശ്വസിപ്പിച്ച മാജിക് ഉണ്ട്. അസാമാന്യമായ മാജിക്കാണത്. MT വാസുദേവൻ നായർ വിസ്മയിച്ചു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ വിസ്മയിച്ചു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാമർഥ്യം മാഷിനുണ്ടായിരുന്നു. അതേസമയം ഈ ഭക്തിഗാനങ്ങൾ, മാഷ് ആദ്യം ഈ വയലാർ ഗർജിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അത് CP രാമസ്വാമിയെ നിരോധിച്ചു. അങ്ങനെയൊക്കെ ചെയ്ത് ഒരു വിപ്ലവ ലൈനിലായിരുന്നു. ബട്ട് പോകെ മാഷിന് കൂടുതൽ പേര് അക്സെപ്റ്റ് ചെയ്യുകയും കൂടുതൽ പേർക്ക് വേണ്ടിയിട്ട് മാഷ് എഴുതുകയും, അത് സിനിമാ ഗാനമാണെങ്കിലും ഇപ്പോൾ ഒറ്റക്കമ്പിയുള്ള തമ്പുരു ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടോ വിപ്ലവത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ ഉദ്ദേശിച്ച് എഴുതിയതല്ല. ബട്ട് ഈ കാവ്യലോകം, അതിൻ്റെ വാതായനങ്ങൾ മാഷ് ഓരോന്നായിട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ മാഷിൻ്റെ അക്സെപ്റ്റബിലിറ്റിയും വർദ്ധിച്ചു. ഒരുപാട് പേര് മാഷിനെ ശ്രദ്ധിച്ചു. അങ്ങനെ വലിയൊരു ഫിഗറായിട്ട് മാഷ് മാറി. അതിൽ വലിയൊരു സംഭാവന ഈ ഭക്തിഗാനങ്ങൾക്കുണ്ട്. മാഷ് എഴുതിയ ഭക്തിഗാനം സാറിന് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഏതാ? കേശാദിപാദം തൊഴുന്നേ കേശവ, കേശാദിപാദം തൊഴുന്നേ, പീലിച്ചുരുൾ മുടിയും. എന്ത് രസമായ പാട്ട്! ആ ഒരു അടി മുതൽ മുടി വരെ വർണ്ണിക്കുന്ന ആ ഒരു ഭാവന, അത് നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു അത് കൂടാതെ ഉദയം എന്ന് പറഞ്ഞ പടത്തിൽ പാട്ടല്ലോ, ചാലേ ചാലിച്ച ചന്ദന ഗോപി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. നല്ലൊരു പാട്ടാണ്, ഞാൻ ഓർക്കുന്നില്ല. ചാലേ ചാലിച്ച ചന്ദന ഗോപിയും എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ ട്യൂൺ ഓർക്കുന്നില്ല. അങ്ങനെ പാട്ട് നല്ല രസമുള്ളൊരു പാട്ടാണ്. വേറെ ഒത്തിരി പാട്ടുകളുണ്ട്, ഭക്തിഗാനങ്ങളുണ്ട്. ഭക്തി മാത്രമല്ല, തത്വചിന്തയുമുണ്ട്. തത്വചിന്ത ജീവിതത്തിൻ്റെ നിരർത്ഥകതയെ എടുത്തു കാണിക്കുന്നു. കുരുതിക്കളത്തിലൊരു പാട്ടില്ലേ, കഴിഞ്ഞ സംഭവങ്ങൾ ഉയർത്തെഴുന്നേറ്റാൽ കാലം തിരിച്ചു നടന്ന, അതല്ലേ? അത് എനിക്ക് ഓർമ്മയുണ്ടത്. ചിലർക്കൊക്കെ രസിക്കും, ചിലർ പോയി ഒളിക്കും, ചിലരെപ്പോൾ തന്നെ കഴിഞ്ഞ സംഭവം. അസലൊരു പാട്ടാണ് അത് ജയവിജയാണ് അതിൻ്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. കുരുതിക്കളം എന്ന് പറഞ്ഞ പടത്തിൽ. അത് ഭാസ്കരൻ മാഷ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. പിന്നെയുണ്ട് തത്വചിന്ത, നഗരം 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 മഹാസാഗരം മഹാസാഗരം, കളിയും ചിരിയും നീളെ, ചെളിയും ചുഴിയും താഴെ, പുറമേ പുഞ്ചിരി ചൊരിയും സുന്ദരി, പിരിയാൻ വിടാത്ത കാമുകി, പിരിയാൻ വിടാത്ത കാമുകി. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം. ആ വരികളും വരികളുടെ സംഗീതവും ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയും നഗരത്തിൻ്റെ വർണ്ണപ്പകിട്ടിന് താഴെ ചളിയും ചുഴിയും താഴെ എന്നുള്ള പ്രയോഗവും ഒക്കെ ചേർന്നൊരു പ്രപഞ്ചം
സൃഷ്ടിക്കുന്ന അത് നഗരമേ നന്ദി. നഗരമേ നന്ദി എന്ന സിനിമയിൽ കാവ്യപുസ്തകമല്ലോ ജീവിതം. അശ്വതി എന്ന് പറഞ്ഞ പാടും. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ, കാവ്യപുസ്തകമല്ലോ ജീവിതം. നല്ലൊരു പാട്ടാണ് അത്. ഈ ജീവിതത്തിൻ്റെ വ്യർത്ഥത, വാസ്തവത്തിൽ ഇത്തരം പാട്ടുകൾ മനുഷ്യനെ ഒരു നിരാശയിലും കൂടെ കൊണ്ടുപോകും. മെലങ്കളി എന്ന വിഭാഗത്തിൽ പെടുന്ന പാട്ടുകളാണ്. ബട്ട് ഫിലോസഫി അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. കാരണം എല്ലാവരും ഇരിക്കാൻ പറ്റില്ല, അതും കൂടെ ചേർന്ന് നിൽക്കുമല്ലോ. അത് ഈ ജീവിതത്തിൻ്റെ വ്യർത്ഥത എന്ന് പറയുന്നത് സങ്കടകരമായ ഒരു കാര്യമാണ്. ജീവിതം വ്യർത്ഥമാണ് എന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് ജീവിതം ഏകദേശം തീരും. അപ്പം ആ ഒരു രീതിയിൽ കുറെ കൂടെ ഹൃദയസ്പർശിയാണെന്ന് എനിക്ക് തോന്നിയ ഒരു പാട്ടാണ് മരണദേവൻ ഒരു വരം കൊടുത്താൽ. വിത്തുകൾ എന്ന് പറയുന്ന പടത്തിൽ പുകഴേന്തിയുടെ മ്യൂസിക്കാണ്, അസല് പാട്ടാണ്. മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ, കരഞ്ഞവർ ചിലർ പൊട്ടിച്ചിരിക്കും, ചിരിച്ചവർ കണ്ണീരു പൊഴിക്കും. മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ. എൻ്റെ അനുപല്ലവിയൊക്കെ നല്ല രസം. അനുതാപ നാടകവേദിയിൽ നടക്കും, അഭിനയം കണ്ടവർ പകയ്ക്കും. നല്ല രസമുള്ള ലൈൻസുമാണ്, നന്നായിട്ട് എടുത്തിട്ടുണ്ട് പാട്ട്. സാർ, ഈ സങ്കടഭാവത്തിൽ നിന്ന് പുറത്ത് കിടക്കാം. അത് ഒരു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായിരിക്കാം, പക്ഷെ അത് വല്ലാതെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. നമുക്കൊരു പ്രസാദാത്മകതയിലേക്ക് ഒന്ന് കടക്കാം. നൃത്തഗാനങ്ങളുണ്ട് സാറേ. ഈ ഇതിൻ്റെ മോഹിനിയാട്ടത്തിൻ്റെ ഒക്കെ പോലത്തെ പാട്ടുകളുള്ള അമ്പലപ്രാവിലെ ഒരു പാട്ടുണ്ട്. ബാബുരാജാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ പലരുടെയും ധാരണ അത് ദക്ഷിണാമൂർത്തി ചെയ്യുന്നുള്ള, കാരണം അതിന് ഈ മോഹിനിയാട്ടത്തിൻ്റെ സ്റ്റൈലായതുകൊണ്ട്. പ്രമദവനത്തിൽ വച്ചൻ ഹൃദയാധീനാഥനെന്നു പ്രണയകലഹത്തിനു വന്നു, അങ്ങനെ ഒരു പാട്ടുണ്ട്. അതുപോലെ ചെണ്ടയിലെ സുന്ദരിമാർക്കുലമൗലികളെ പന്തടിച്ചു കളിക്കുക നാം, ഉർവശിയെവിടെ മേനകയെവിടെ, ഉംബർഗോൻ പൂരിയിലെ രംഭയെവിടെ, സുന്ദരിമാർക്കുല. ദേവരാജ മാഷല്ല അസലായിട്ട് ട്യൂൺ ചെയ്തിട്ടുമുണ്ട് ചെണ്ട പടം. സാർ, പോരാ, കുറച്ചുകൂടെ അന്നത്തെ ഫാസ്റ്റ് നമ്പർ. അന്നത്തെ അടിപൊളി കാട്ടുകുരങ്ങിലെ അതേതാണ്? കാർത്തിക രാത്രിയിലെ മഞ്ഞുതുള്ളിയോ, കഥനത്തിൻ കണ്ണുനീർത്തുള്ളിയോ, എന്തോ തിളങ്ങുന്നു സ്വപ്നം കണ്ടിരിക്കുമീ ഏകാന്ത കാമുകന്റെ കവിൾ തടത്തിൽ. ഏകാന്തപാന്തന്റെ ഏകാന്തപാന്തന്റെ ഏകാന്തപാന്തൻ പുള്ളിയുടെ ഒരു വേറെ പ്രയോഗമുണ്ട്, ഏകാന്തപഥികൻ ഞാൻ ഏതോ സ്വപ്നവസ്തു. അത് പിന്നെയും സങ്കടത്തിലേക്ക് പോകും. അതിപ്പോ വേണ്ട, നമ്മള് കഷ്ടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ട് കരയ്ക്ക് കയറി. കവിൾ തടത്തിൽ വിലക്ക് വാങ്ങി വീണാലുണ്ട്. അതേത് പാട്ട്? കളിയും ചിരിയും മാറി കൗമാരം വന്നു കേറി, കന്നിരാവിൻ അരമന തന്നിലെ കൗമുദിയാളാകെ മാറി, കളിയും ചിരിയും മാറി. അതാ വിലക്ക് വാങ്ങി വീണല്ലേ ഒരു നല്ല ഗായകൻ
നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളുടെ ജീവിതത്തിൽ പ്രൊഫഷനിൽ വരുന്ന തകർച്ചയൊക്കെയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് എതിരാളി പോലെ ഒരാൾ വളർന്നു വരുന്നതായിട്ടുണ്ട്. മറ്റേ പാട്ടുകൾ പാടിയിരിക്കുന്ന യേശുദാസാണ്. ഈ ഗായകൻ കയറി വരുമ്പോൾ പുള്ളിയെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കാലഘട്ടത്തിന്റെ ഒരു മാറ്റം കൂടെ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കളിയും ചിരി. ജയചന്ദ്രനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. രസമുള്ളൊരു പാട്ടായിരുന്നു. അന്നത്തെ ഒരു ഫാസ്റ്റ് നമ്പർ എന്നുള്ള മട്ടിൽ എല്ലാവരും പാടി. ഗാനമേളയ്ക്കൊക്കെ ഈ മുമ്പേ പറഞ്ഞ പാട്ടും അങ്ങനെയാണ്. ഗാനമേളകളിൽ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അതന്നെയല്ല കേട്ടിരിക്കുന്നവർക്കൊരു ഉണർവ് വരാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം പാട്ടുകൾ സാധാരണ ഉപയോഗിക്കുന്നത്. അത് ഇങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടിപൊളി പാട്ടുകൾ പോരാന്നുണ്ടെങ്കിൽ വിപ്ലവ ഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. നല്ല ചൂടുള്ള, നല്ല സമരവീര്യം ഉൾക്കൊള്ളുന്ന എന്നൊക്കെ പറയല്ലേ, കേൾക്കുന്നവർക്ക് ഒന്ന് ഏറ്റുപാടാനും. പ്രത്യേകിച്ച് ഈ ജാഥ പോലുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 പേരുയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു, രണാങ്കണത്തിൽ പടരുന്നു. ദേവരായ മാഷ നല്ല അസലായിട്ട് നല്ലൊരു ഇത് കൊടുത്തിട്ട്, എനർജി കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ് മൂലധനം പറഞ്ഞ പടത്തിൽ. നല്ല വിപ്ലവ ഗാനമാണ്. സിന്ദാബാദുകാർക്കും പറ്റിയ പാട്ടാണ്. അതുകൊണ്ട് അല്ല, ഇത് ഇത്രയും വൈവിധ്യമാർന്ന വിഷയങ്ങൾ അനായാസമായിട്ട് കൈകാര്യം ചെയ്യുന്ന അത് സിനിമാ ഗാനങ്ങൾ എഴുതുന്നവരുടെ ഒരു കഴിവാണ്. ഭാസ്കരൻ മാഷ് മാത്രമല്ല, പലരും. ബട്ട് എനിക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭാസ്കരൻ മാഷിൻ്റെ പ്രണയഗാനങ്ങളാണ് പ്രിയപ്പെട്ടത്. ലെഫ്റ്റ് ടു മൈസെൽഫ് ഞാൻ അതായത് പ്രണയഗാനങ്ങൾ പറഞ്ഞ മനസ്സിന് ഇപ്പോഴത്തെ തലമുറ പോലെ ഈ മറ്റേ സ്റ്റാർ സിംഗർ പോലുള്ള പരിപാടിയിലൊക്കെ വന്നിട്ട് അത്തരം പാട്ടുകളാണ് കൊച്ചു പിള്ളേർ പോലും പാടുന്നത്. അന്നത്തെ കാലത്ത് ഈ യുവാക്കളായിരുന്നവരല്ല, മധ്യവയസ്കരായിരുന്നവരൊക്കെ കേട്ടിട്ടുള്ള പാട്ടുകൾ, അവരുടെ ബാല്യത്തിൽ കേട്ടിട്ടുള്ള പാട്ടുകൾ കുട്ടികളെ പഠിപ്പിച്ചിട്ട് അവർ അത്തരം പാട്ടുകൾ പാടുന്നുണ്ട്. ഇന്നലെ മയങ്ങുമ്പോൾ ബാബുരാജിന്റെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല, രസമുള്ള പാട്ടല്ലേ അത് മുഴുവൻ പാടിക്കൊള്ളു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു, ഇന്നലെ മയങ്ങുമ്പോൾ. അതിന് അടുത്ത ലൈൻ വരുമ്പോഴത്തേക്കും മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു, ഇന്നലെ ആദ്യം വിരിയുന്ന മാതളപ്പൂ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ആ പ്രണയം, അത് രസമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതുപോലെ ഇന്നലെ വെച്ച് തുടങ്ങുന്ന ഒരു പാട്ട് അറിയാം. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു, മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമസംഗീതമായി നീ പുറത്തു വന്നു. ദക്ഷിണാമൂർത്തി സ്വാമി ശരിക്ക് വിളയാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. നല്ല രസമായിട്ട് ക്ലാസിക്കൽ ബേസ് ചെയ്തിട്ട് തന്നെ പാടി. ഏത് രാഗമാണ് എൻ്റെ രാഗം എനിക്ക് കിട്ടുന്നില്ല, പെട്ടെന്ന് നോക്കാൻ പറ്റില്ല. അപ്പൊ അറിയാതെ ഉറപ്പില്ലാതെ ചരണം പാടിയ ചിലപ്പോൾ ഓർമ്മ വരും. മാനത്തെ മട്ടുപ്പാവിൽ സാറേ അത് വിട്ടുകളയാം. എനിക്കതിന്റെ ഉറപ്പില്ല. അത് സാറിനോട് വല്ലതും ചോദിച്ചു ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ രാഗത്തിന്റെ കാര്യം പറയാം. അല്ല, രാഗം കിട്ടുന്നില്ലെങ്കിൽ പോട്ടെ, പാടാൻ കുഴപ്പമില്ല. മാനത്തെ മട്ടുപ്പാവിൽ താരക നാരി, മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാരാഗാന നിർച്ചരി കേട്ടു ധരിച്ചു നിന്നു, നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി, ഇന്നലെ
ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഇന്നലെ ഒരു നവവാസര സ്വപ്നമായി നീ എൻ മനോമുകുരത്തിൽ വിരുന്നു വന്നു. ചൈത്ര സങ്കൽപ്പത്തിന്റെ താലവൃന്ദത്തിൻ കീഴിൽ മനോഹരി മയങ്ങിടുമ്പോൾ മുന്തിരിക്കുലകളാൽ നൂപുരമണിഞ്ഞെത്തും സുന്ദര വസന്ത ശ്രീ എന്ന പോലെ മുക്താനുരാഗത്തിൻ്റെ പാനഭാജനം നീട്ടി വൃത്തവിലാസിനി നീ ഒഴുകിൽ വന്നു. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഇതാണ് ബാബുരാജന്റെ സാമർഥ്യം. ഇത് ദക്ഷിണാമൂർത്തിയാണ്. ദക്ഷിണാമൂർത്തിയാണ്. അത് ശരി. ഇന്നലെ മയങ്ങുമ്പോൾ ബാബുരാജിന്റെയാണ്. ഇന്നലെ മയങ്ങുമ്പോഴാണ് ബാബുരാജ്. ഇത് ദക്ഷിണാമൂർത്തി സ്ത്രീ. ദക്ഷിണാമൂർത്തിയാണ്. എൻ്റെ മനസ്സിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത് ഈ 2 പാട്ടും ബാബുരാജിൻ്റെ ആയിട്ടാണ്. കാരണം ഈ ചരണത്തിൽ വ്യത്യാസം വരുത്തുക എന്നൊക്കെ ഉള്ളത് ബാബുരാജിൻ്റെ ആണ് പൊതുവെ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രമദവനത്തിൽ വെച്ച് അത് ബാബുരാജ് ചെയ്ത പാട്ടാണ്. പക്ഷെ പലരുടെയും ധാരണ അത് ദക്ഷിണാമൂർത്തി ചെയ്തെന്നുള്ള ആ ഒരു മോഹിനിയാട്ടത്തിന്റെ ഇതും ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടായതുകൊണ്ട് പലരുടെയും ധാരണ അങ്ങനെ. സാറേ, ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാബുരാജ് ഒരു ഹിന്ദുസ്ഥാനി ബേസ് ചെയ്തായിരിക്കും ബാബുരാജിൻ്റെ പാട്ട് എന്ന് എല്ലാവരും ധരിക്കുന്നു. അപ്പോൾ കർണാടക സംഗീതം ബേസ് വന്നു കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഇതേതായാലും ബാബുരാജല്ല, പിന്നെ ആരായിരിക്കും? ദക്ഷിണാമൂർത്തി. അങ്ങനെ നോക്കും. അങ്ങനെയാണ് ഇത് ദക്ഷിണാമൂർത്തിയിൽ പോയി നിൽക്കുന്നത്. ഇത് രണ്ടും അറിയാവുന്ന ആളായിരുന്നു ബാബുരാജ് എന്നുള്ളത് പലർക്കും അറിയില്ല. ബാബുരാജ് ഇത് ചെണ്ടകൊട്ടി അറിയിക്കാനും പോയില്ല. അദ്ദേഹം വേറൊരു ക്യാരക്ടറായിരുന്നില്ല, അല്പം നേരത്തെ മരിച്ചും പോയി. അപ്പം അങ്ങനെ സംഭവിക്കുന്നതാണത്. ബാബുരാജിൻ്റെ ഉണ്ട് മറ്റേ പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 18 പ്രായം മൂവന്തിപ്പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. സാർ, എനിക്ക് പാട്ടുകളിലൊരു നെഗറ്റീവ് ലിസ്റ്റുണ്ട്. ബട്ട് രസം എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ലിസ്റ്റിൽ നിന്ന് ചിലതൊക്കെ പോസിറ്റീവ് ലിസ്റ്റിലേക്ക് വരികയും ചിലത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഈ പാതിരാവായൻ. അത് വർഷങ്ങളായിട്ട് എൻ്റെ നെഗറ്റീവ് ലിസ്റ്റിലായിരുന്നു. എന്ത് പാട്ട്. ബട്ട് ഒരു 2 വർഷം മുമ്പ് യാദൃച്ഛികമായിട്ട് രാത്രി ഞാൻ ഈ പാട്ട് കേട്ടു. ആരുടെയോ റേഡിയോയിൽ നിന്നാണ്, FM റേഡിയോയിൽ നിന്നോ മറ്റുമാണ് കേട്ടത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് കൊള്ളാം. ഇത്രയും കാലം ഇതെങ്ങനെ എൻ്റെ നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, അത്ര താല്പര്യമില്ലാത്ത പാട്ട് എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വന്ന ഒരു പാട്ടും കൂടെയുണ്ട്. അത് ഭാസ്കരൻ മാഷിൻ്റെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് ഗാനം. പരീക്ഷ. സാറിന് ഓർമ്മയുണ്ടോ ആ പാട്ട്? അവിടുന്ന് ഗാനം കേൾക്കാൻ അല്ലേ? അത് തന്നെ. ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ, എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ. അവിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗസുന്ദരിമാർക്ക് വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം.
ഇത് ഇറങ്ങിയ കാലത്ത് എനിക്കിങ്ങനെ എന്ത് പാട്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നെഗറ്റീവ് ലിസ്റ്റിൽ നിർത്തിയിരുന്ന പാട്ടായിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചു എന്താ ഇത് നെഗറ്റീവ് ലിസ്റ്റിൽ പോകാൻ കാര്യം. ഈ അവിടുന്ന് എന്നുള്ള പ്രയോഗം അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ചെറുപ്പത്തിൽ ഞാൻ മഹാധിക്കാരിയും അഹങ്കാരിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് ഭവാൻ ഏത് ഭവാൻ ഇങ്ങനെയൊക്കെയുള്ള അതുകൊണ്ടായിരിക്കണം ഈ സാധനം. പക്ഷെ പിന്നീട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനോഹരമായ ഒരു പാട്ടാണെന്ന് മനസ്സിലായി. പിന്നെ യൂട്യൂബിൽ നിന്ന് ഞാൻ തന്നെ എടുത്ത് കേൾക്കുകയൊക്കെ ചെയ്തു. നല്ല നല്ല രസമുള്ള ലൈൻസ് അതിൻ്റെ. അത് ഈ കാമുകൻ അടുത്തുണ്ടെന്നുള്ള, കാമുകനായിട്ടില്ല അന്നേരം എനിക്ക് തോന്നുന്നു പ്രണയം തുടങ്ങുന്നതിന് മുമ്പാണ്. നസീർ ഇങ്ങനെ ഒളിച്ചു നിന്നിട്ട് ശാരദ പാടുന്ന പാട്ട് കേൾക്കുന്നതായിട്ടാണ്. രസമുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഇവളിങ്ങനെ അവിടുന്ന് ഗാനം കേൾക്കുക. അനുരാഗാനമായാൽ അവിവേകി പെണ്ണാകും ഞാൻ, കഥനഗാനമായാൽ നിന്റെ ഹൃദയത്തിൽ മുറിവേറ്റാലോ. ആ പെണ്ണിൻ്റെ ആ ഒരു സംശയങ്ങളും കാമുകിയായിട്ടില്ല പാടുന്നത് നസീറിനെ കുറിച്ച് തന്നെയാണ്. അനുരാഗ ഗാനമായാൽ അവിവേകി പെണ്ണായി പോവും, കഥനഗാനമായാൽ ഇത് പ്രശ്നമാകും, നിന്റെ ഹൃദയത്തിൽ മുറിവേറ്റാലോ. അവിടുന്ന് ഭവാൻ ഇതൊന്നും സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാലും പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. ഈ ഭവാൻ ചേർത്തിട്ടും പാട്ടുണ്ട്, ഇപ്പോഴും ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭവാൻ ചേർത്തിട്ട്. അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല, അനുദിനമനുദിനമാത്മാവിൽ നടക്കുമൻ അനുരാഗ പൂജ ഭവാൻ അറിയുന്നില്ല. കേട്ടുമില്ല ഭവാൻ കേട്ടുമില്ല, അരികത്തു വന്നപ്പോഴും ഹൃദയ ശ്രീ കോവിലിലെ ആരാധനയുടെ മണിമുഴക്കം. ഇത് സുശീല പാടിയതല്ലേ സാർ? സുശീല. ആ ശബ്ദത്തിൽ എനിക്കത് ഓർമ്മയുണ്ട്. അജ്ഞാത സ്വപ്നങ്ങളാം പൂക്കളാലിവളെന്നും അർച്ചന നടത്തിയതറിഞ്ഞില്ല നീ, ഉയിരിൻ്റെ ശ്രീകോവിലടയ്ക്കാതെ നടത്തുന്നു ഉദയാസ്തമനമൻ അശ്രുപൂജ അശ്രുപൂജ. അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല. ദേവരാജൻ മാഷ് കാട്ടുകുരങ്ങ്. ഈ പാടിയതിൽ ചെറിയൊരു ഒരു പെശക് വന്നു എന്ന് സംശയം. അതായത് അജ്ഞാത സ്വപ്നങ്ങളാം പൂക്കളാലിവളെന്നും അർച്ചന നടത്തിയത് അറിഞ്ഞില്ല നീ, കൽപ്പന. ശരിയാ ശരിയാ. കൽപ്പന ജാലമന്റെ കൺകളിൽ കൊളുത്തിയ കർപ്പൂര ദീപങ്ങളും കണ്ടില്ല നീ കണ്ടില്ല നീ. ലൈനാണ് അവിടെ വരേണ്ടിയിരുന്നത്. അത് ഈ സുശീല പാടിയതല്ലേ എന്ന് ഞാൻ ചോദിക്കാൻ കാര്യമേ, ഈ മലയാളത്തിൽ തമിഴിലും ഈ റാ ഇർ ഒക്കെ അങ്ങ് തീർത്തുച്ചരിക്കുന്ന ആള് പി സുശീലയാണ്. അവരുച്ചരിക്കുമ്പോൾ അതിനൊരു സുഖമുണ്ട് താനും. യേശുദാസ് പോലും റായ ഒന്ന് മയപ്പെടുത്തും. റാ പാട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രയാസമാണ്. ബട്ട് സുശീല ഭംഗിയായിട്ട് മാറോടണച്ചു ഞാൻ സാറിന് ഓർമ്മയില്ല ആ പാട്ട്? അതിൽ നല്ല ബോൾഡായിട്ട് റാ പറയുന്നുണ്ട് സുശീല. മാറോടണച്ചു ഞാൻ ഉറക്കിയിട്ടും എൻ്റെ മാനസവ്യാമോഹമുണരുന്നു, ഏതോ കാമുകന്റെ നിശ്വാസം കേട്ടുണരും, ഏഴിലം പാലപ്പൂവെന്ന പോലെ ഇന്ന് മാറോടണച്ചു ഞാൻ ഉറക്കിയിട്ടും. അടുത്ത ലൈന് നല്ല രസമാണ്. അടക്കുവാൻ നോക്കി ഞാനൻ ഹൃദയ വിപഞ്ചികയിൽ
അടിക്കടി തുളുമ്പുമീ ഹൃദയരാഗം ഒരു മുല്ലപ്പൂമൊട്ടിൽ ഒതുക്കുവതെങ്ങനെ അനുരാഗ വസന്തത്തിൻ ഒടുങ്ങാത്ത വസന്തത്തിൻ മധുരഗന്ധം എന്നു മാറോട മറവി വന്നു. മറക്കാൻ പാടില്ല. സാറ് വർഷം എത്രയായി ഇതൊക്കെ? നമ്മളിപ്പോ കാട്ടൂരങ്ങ് ഇറങ്ങുമ്പോൾ ഞാൻ പ്രീഡിഗ്രിക്ക് SLC കണ്ട പഠിക്കുന്ന സമയം. അല്ല, അതിനുശേഷവും പലതവണ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പാട്ടുകളായി കഴിയുമ്പോഴില്ല ഈ ഗന്ധമാണോ വസന്തമാണോ അത് അത്തരം വാക്കുകളൊക്കെ നമുക്ക് തിരിഞ്ഞു പോകും. കാരണം എല്ലാ സിനിമാ പാട്ടെഴുത്തുകാരും ഉപയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു വയലാർ ഉപയോഗിക്കാത്തൊരു വാക്കുമുണ്ട്, പ്രാണസഖി എന്നുള്ള വാക്ക്. വയലാറിൻ്റെ ഒരു പാട്ടിൽ പ്രാണസഖി വന്നിട്ടില്ലല്ലേ അതൊന്നും തോന്നുന്നു. 1-2 പേരെന്നോട് പറഞ്ഞു അങ്ങനെ. ഞാനതിൽ റിസർച്ചൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ റിസർച്ച് ചെയ്ത ആൾക്കാർ പറഞ്ഞു വയലാർ എന്തോ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിലും പ്രാണസഖി എന്നുള്ള വാക്ക് വന്നിട്ടില്ല. ബാക്കി എല്ലാ സഖിമാരും വന്നിട്ടുണ്ട്, പ്രാണൻ്റെ സഖി ഇല്ല, അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഈ വാക്കുകൾ നമ്മുടെ മനസ്സിലിങ്ങനെ കേട്ടുപിണയില്ല. അപ്പോഴാണ് നമുക്കിത് തെറ്റിപ്പോകുന്നത്. പ്രത്യേകിച്ച് ഇതിൽ താല്പര്യത്തോടെ നമ്മൾ ഒരുപാട് പാട്ടുകൾ കേൾക്കുകയും നിരന്തരം കേൾക്കുകയും ആവർത്തിക്കുകയും പിന്നെ തൊട്ടടുത്ത പാട്ട് കേൾക്കുകയും അപ്പോൾ അതിൻ്റെ വാക്ക് ഇതിൻ്റെ വാക്ക് അതിലേക്ക് കയറി പോകുന്നത് സ്വാഭാവികമാണ്. അത് ഒരു ഗൗരവമായ തെറ്റൊന്നുമല്ല, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ചിലതൊക്കെ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണൂതുമാട്ടിടയൻ. ഭാസ്കരൻ മാഷ പ്രാണസഖി എടുത്തിട്ടുണ്ട്. പ്രാണസഖി എങ്കിലുമെന്നോമലാൾക്ക് താമസിക്കാനൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. അന്നത്തെ കാലവും കൂടെ ചേർന്ന് വരുന്ന, അന്ന് സമ്പന്നരല്ലല്ലോ ആരും, പ്രത്യേകിച്ച് കാമുകന്മാര്. അപ്പൊ ഈ പാമരനാം പാട്ടുകാരൻ പണ്ഡിതൻ പോലും അല്ല, അതില്ല, പൈസ ഇല്ല. അപ്പൊ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ട് താജ്മഹൽ ഞാൻ എല്ലാം വലിയ സങ്കല്പങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ വർക്കൗട്ട് ആകുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ വർക്കൗട്ട് ആകാൻ വലിയ പാടാണ്. എനിക്ക് ഈ പാട്ടിനെ പറ്റി ഒരു ഓർമ്മയുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നാണ് ഈ പാട്ട് ഇറങ്ങുന്നത്. അപ്പോൾ സ്കൂളിൽ ലളിതഗാന മത്സരം, യൂത്ത് ഫെസ്റ്റിവൽ. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടീസ് വരും, ക്ലാസ്സിൽ ആരെങ്കിലും സാറ്. അപ്പോൾ തോമസ് സാർ കണക്ക് പഠിപ്പിക്കുന്ന സാറാണ്, പുള്ളി നോട്ടീസ് വായിച്ചു. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലാണ്, ആ മത്സരത്തിന് പേര് കൊടുക്കാനുള്ളവരൊക്കെ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പ് പേര് കൊടുത്തോളണം എന്നൊക്കെ പറഞ്ഞ് മത്സര ഐറ്റം ഇങ്ങനെ പറഞ്ഞിട്ട് ലളിത സംഗീതം ദേവി ശ്രീദേവി. അപ്പോൾ അന്ന് ലളിത സംഗീതത്തിന് എല്ലാവരും പാടുന്നത് ദേവി ശ്രീദേവി എന്നുള്ള പാട്ട് കേട്ട് കേട്ട് സാറ് തന്നെ ദേഷ്യം വന്നു. അതുകൊണ്ട് പുച്ഛത്തിലാണ് ദേവി ശ്രീദേവി. അപ്പം ഞാൻ എല്ലാ മത്സരത്തിലും ചേരും, പാട്ട് പാടാൻ അറിയാമെന്നുള്ളതൊന്നും പ്രശ്നമില്ല. എല്ലാവരും എല്ലാ മത്സരത്തിലും, എല്ലാ കുട്ടികളും ചേരുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ദേവി ശ്രീദേവിയെ സാറ് പുച്ഛിച്ചുകൊണ്ട് ഞാൻ ഒരല്പം ഗഹനമായ പാട്ട് പാടിക്കളയാൻ പറഞ്ഞിട്ട് പൊൽത്തിങ്കൾ കലപെട്ട് തൊട്ട ഹിമവൽ ശൈലാദ്ര. എൻ്റെ ദൈവമേ, എന്തൊക്കെയോ സംഭവിച്ചു ആ പാട്ടിന്. ആരൊക്കെയോ കൂവി ആലമ്പായി. ഒരു കണക്കിന് ഞാനത് തീർത്ത് താഴെ ഇറങ്ങി. അപ്പം ഈ തോമസ് സാർ എന്നെ വിളിച്ചു, ഇവിടെ വാടാ. എന്നോട് ചോദിച്ചു, നീ എന്ത് പണിയായി കാണിച്ചത്? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ദേവി ശ്രീദേവി പാടാമെന്ന് വിചാരിച്ചത്, സാറ് കളിയാക്കിയത് കൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ്. പറഞ്ഞു, ഞാൻ കളിയാക്കിയെന്ന് പറഞ്ഞിട്ട് നീ എടുത്താൽ പൊങ്ങാത്ത പൊൽത്തിങ്കൾ കല പൊട്ടു തൊട്ട് അത് യേശുദാസ് പാടിയത് എങ്ങനെയാണെന്ന് അങ്ങേർക്കറിയാം.
പിന്നെ നീ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്? നീ ഒരു കാര്യം ചെയ്യും, നീ രാപകലില്ലാതെ ബുദ്ധിമുട്ടി പഠിച്ചാൽ പോലും കഷ്ടിച്ച് പാടാവുന്ന ഒരു പാട്ട് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അത് പ്രാണസഖി ഞാൻ വെറുമൊരു, അതൊന്ന് പാടി നോക്കുന്നു. ഞാനത് പാടി നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ പോലും ഞാൻ എത്തുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഏരിയയിൽ നിന്ന് മനസ്സിലാക്കി ഞാൻ മാറിക്കളഞ്ഞു. അതാണ് അങ്ങനെ ഒരു ചരിത്രം ഈ പ്രാണസഖിക്കുണ്ട്. ദയനീയമായി പരാജയപ്പെട്ടൊരു പാട്ടുകാരൻ്റെ ചരിത്രമുള്ള പാട്ടാണിത്. സാറിത് പാടിയപ്പോഴാണ് ഞാൻ പഴയ തോമസ് സാറിനെയും അതൊരു ആസ്വദിക്കുക എന്ന് പറയുന്ന ഒരു സുഖമുണ്ടല്ലോ. ഒറ്റയ്ക്ക് എന്നിട്ടൊക്കെ പാടുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു സംതൃപ്തി. നമ്മൾ ഈ എത്ര നല്ല, നമ്മളൊക്കെ എത്ര സമ്പന്നരായിരുന്നു, ഇത്ര നല്ലൊരു സംസ്കാരത്തിൽ കൂടെ നമ്മൾ കടന്നു വന്നത്. ഇത്ര നല്ല പാട്ടുകൾ, പി ഭാസ്കരൻ, ONV, വയലാർ, അത് കഴിഞ്ഞ് ശ്രീകുമാരൻ തമ്പി, എത്രയോ പേര് നല്ല രചയിതാക്കൾ, ദേവരാജൻ, ദക്ഷിണാമൂർത്തി, ബാബുരാജ്, MK അർജുനൻ, പുകഴേന്തി, ചിദംബരനാഥ്. സാറിന് ഒരു തന്ത വൈബാണെന്ന് ഞാൻ പറയും. അത് പലരും പറയും. സാറില്ല സാറേ, നമുക്കത് അല്ല, ഞാൻ നോക്കുമ്പോൾ ഈ എല്ലാത്തിനും ഒരു കാലഘട്ടമുണ്ട് സാർ. ആ കാലഘട്ടത്തിൻ്റെ പ്രോഡക്ട്സ് നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കാം, ബട്ട് മറ്റു ചിലർക്ക് ഇഷ്ടപ്പെടുന്നു. അല്ല, ഞാൻ അവരെ കുറ്റം പറയുകയല്ല ചെയ്തത്. നമ്മൾ എത്ര ഭാഗ്യവാന്മാരായിരുന്നു, എത്ര സമ്പന്നരായിരുന്നു പറഞ്ഞാൽ. അത്രയും നല്ലൊരു കാലഘട്ടത്തിൽ കൂടെ കടന്നു വന്ന ഈ പാട്ടുകൾ നമുക്ക് ഓർക്കാൻ, ഇപ്പം അദ്ദേഹത്തിൻ്റെ 101ാം ജന്മദിനമാണ് ഇന്ന് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് ഓർക്കണം നമുക്ക് തോന്നി കുറച്ച് പാട്ടുകൾ നമ്മളുടേതായ രീതിയിൽ നമ്മൾ ഓർത്തു നോക്കുന്നു, അതല്ലേ സാർ? ഭാസ്കര മാഷിന് അവസാന കാലത്ത് ഓർമ്മ നഷ്ടപ്പെട്ടു. അതായത് രവി മേനോൻ എഴുതി ഞാൻ വായിച്ചതാണ്. അപ്പോൾ S. ജാനകി അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു. കണ്ടിട്ട് അപ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്നില്ല, S. ജാനകിയെ തിരിച്ചറിയില്ല, ആരെയും തിരിച്ചറിയാത്ത അവസ്ഥയാണ്. അപ്പോൾ S. ജാനകി ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ടുകൾ തന്നെ ഒരു 8-10 പാട്ടുകൾ പാടി. ഭാസ്കരൻ മാഷ് മെല്ലെ കട്ടിലിൻ്റെ പടിയിൽ താളം പിടിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. കാരണം സ്വന്തം പാട്ടുകൾ, ഓർമ്മകൾ തിരിച്ചു. അത് ജാനകി തന്നെ പാടിക്കഴിഞ്ഞപ്പോൾ ഓർമ്മകൾ മെല്ലെ മാഷിന് ഓർമ്മയിലേക്ക് തിരിച്ചു വരുന്നു. കുറച്ചു നേരമെങ്കിലും യഥാർത്ഥ ഭാസ്കരൻ മാഷ് തിരിച്ചു വരും എന്നെല്ലാവരും സന്തോഷിച്ചു. S. ജാനകിക്കും വലിയ സന്തോഷമായി. എണീറ്റ് പോകും. അപ്പോൾ മാഷ് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന്. മാഷ് പറഞ്ഞു, നിക്ക്, ഇത് നല്ല വരികളാണല്ലോ, ആരെഴുതിയതായത് ചോദിച്ചു. ഹൃദയം നുറുങ്ങി പോകും. ജാനകിയുടെ കണ്ണ് നിറഞ്ഞു. ചുറ്റി നിൽക്കുന്നവർ എല്ലാവരും വിഷമത്തിലായി. ജാനകി തൊഴുതിട്ട് പറഞ്ഞു, ഞാൻ ഇറങ്ങുകയാണ് മാഷേ. അതായിരുന്നു ഭാസ്കരൻ മാഷിൻ്റെ അവസാന കാലത്തെ അവസ്ഥ. മനുഷ്യന് ഓർമ്മ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പരമ ദയനീയമായൊരു കാര്യമാണ്, പ്രത്യേകിച്ചും കവികൾക്ക്. ബട്ട് നിർഭാഗ്യവശാൽ അത് സംഭവിച്ചു. വിഷ്ണുനാരായണൻ നമ്പൂതിരി അവസാന കാലത്ത് ഓർമ്മ നഷ്ടപ്പെട്ടു. പരമേശ്വർജി, അദ്ദേഹം കവിയായിരുന്നു ഒരു കാലത്ത്, അദ്ദേഹത്തിനും ഓർമ്മ നഷ്ടപ്പെട്ടു ഒരു പ്രായം കഴിഞ്ഞപ്പോൾ. കുട്ടിക്കൃഷ്ണമാരാർ, പ്രകാണ്ഡ പണ്ഡിതനായിരുന്നു കുട്ടിക്കൃഷ്ണമാരാർക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു. മനുഷ്യജീവിതത്തിൽ ഓർമ്മ എന്ന് പറയുന്നത് വലിയൊരു, ഈ ഓർമ്മ ഒരു ശല്യമാണ്. പഴയകാലം, ഭൂതകാലം എന്നെ വേട്ടയാടുന്നു, അത് ഇത് എന്നൊക്കെ വാചകമൊക്കെ അടിക്കാമെങ്കിലും ഇത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴുണ്ടല്ലോ, പിന്നെ മനുഷ്യന് എന്നും ഒരാശ്രയമില്ലാതെ, ഓർമ്മയില്ലാത്ത ആളുകളെ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ പ്രയാസം മനസ്സിലാക്കുന്നത്. അപ്പോൾ ബട്ട് അതായിരുന്നു ഭാസ്കരൻ മാഷിൻ്റെ വിധി. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ 2007 ഫെബ്രുവരിയിൽ ഫെബ്രുവരി 25 അതെ, അങ്ങനെ ഭാസ്കരൻ മാഷ് വിട്ടുപോയി. അത് ഈ വിട്ടുപോകും എന്നുള്ളത് ഭാസ്കരൻ മാഷിനും അറിയാമല്ലോ, നേരത്തെ തന്നെ അറിയാം. നമ്മൾ ജനിച്ച ഏകദേശം നമുക്ക് ബോധം വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എപ്പോഴെങ്കിലും ഞാൻ മരിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ജനിക്കുന്നത്. അപ്പം അതൊരു അനിവാര്യതയാണ്. അതിൻ്റെ ചിന്തയാണ് ഈ കാവ്യപുസ്തകമല്ലോ ജീവിതം. അതിൽ കണക്കെഴുതാൻ ഏടുകളില്ല. എന്നുവെച്ചാൽ കൂട്ടിയാലും കിഴിച്ചാലും ഒന്നും ആ ഏരിയയിലല്ല ജീവിതം നിൽക്കുന്നത്. ലോജിക്കിനും അപ്പുറത്താണ് പുറത്തുള്ള ജീവിതം.
കണക്കുകൂട്ടലൊരു ലോജിക്കാണല്ലോ, 4 3 7 5 2 7 6 1 7 ഇങ്ങനത്തെ ലോജിക്കാണ് കണക്കുകൂട്ടൽ. ആ ലോജിക്കിന് അപ്പുറത്താണ് എപ്പോഴും ജീവിതം. മനുഷ്യ ജീവിതത്തിൽ സാർ നോക്കിക്കോ, ലോജിക്കിന് വലിയ സ്ഥാനമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനും നമ്മളായിട്ട് സംഭവിപ്പിക്കുന്നതിനും വലിയ ലോജിക്കില്ല. എന്തിന് ഞാനത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇങ്ങനെ എല്ലാവരും പറയാറൊന്നുമില്ല, എനിക്കപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം ലോജിക്കില്ല ജീവിതത്തിൽ. അത് കൃത്യമായിട്ട് കണക്കെഴുതാൻ ഏടുകളില്ല കേട്ടോ. അങ്ങനെ പേജ് അന്വേഷിക്കേണ്ട ജീവിതത്തിൽ. കണക്ക് കൂട്ടി കുറിച്ച് ഇയാൾ ജയിച്ചു ഇയാൾ തോറ്റു എന്ന് പറയുന്നത് അങ്ങനെയില്ല. അത് ഒരു കാവ്യപുസ്തകമാണ്, കണ്ണീരിൻ്റെ പുസ്തകമാണ്. ഇത് നേരത്തെ മനസ്സിലാക്കി മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന് പറയുന്നില്ല കവികളെ, ഇത് നേരത്തെ മനസ്സിലാക്കി ഭാസ്കരൻ മാഷ് എഴുതി വെച്ചിരുന്നു. എന്നാലും ധന്യവും സാർത്ഥകവുമായൊരു ജീവിതം അദ്ദേഹം നയിച്ചു. ഈ പറഞ്ഞ പോലെ അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടുക, വേണ്ടാത്തരത്ത് പോയിട്ട് സംസാരിക്കുക ഒന്നുമില്ലായിരുന്നു. അതൊന്നും ഇല്ലാതെ വേറൊരു പലർക്കും ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നിട്ട് ആദ്യമായിട്ട് പാട്ടുകൾ എഴുതാനായിട്ട്, പാട്ടുകൾ ട്യൂൺ ചെയ്യാൻ കിട്ടിയത് പ്രത്യേകിച്ച് അർജുനൻ മാഷ്. ദേവരാജ മാഷെ പോലെ തന്നെ ശക്തനായിട്ട് വന്ന ആളല്ലേ നമുക്ക്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടത്തിൽ കറുത്ത പൗർണമി പാട്ടുകൾ എഴുതിയ ഭാസ്കരൻ മാഷ. ഗംഭീര പാട്ടുകളായിരുന്നു എല്ലാം. ഏതായിരുന്നു? ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാ. ദുഃഖം എന്ന് പറഞ്ഞാൽ അങ്ങ് ചാലിച്ചെടുത്തിരിക്കുകയാണ് ആ വരികളിൽ. അനീഭവിച്ച ദുഃഖം. അതുപോലെ മാനത്തിൻ മുറ്റത്ത് മഴവില്ലഴകട്ടും മധുമാസ സന്ധ്യകളെ കാർമുകിലാടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളെ. അതിൻ്റെ തന്നെയാണ് മറ്റേ പൊൻകിനാവിൻ പുഷ്പരഥത്തിൽ പ്രാണസഖി നീ പോയി വരുവോ, വീണ്ടും പ്രാണസഖി അതിന്റെ ചരണത്തിൽ വരുന്നതാണ്. പ്രാണസഖി നീ പോയി വരുവോളം പാവം നിന്നുടെ വനശലഭം പാടാനോർത്തൊരു മധുരിത ഗാനം പാടാതിവിടയലഞ്ഞിടും. പോയി വരൂ പോയി വരൂ നീ ആത്മസഖി പൊൻകിനാവിൻ പുഷ്പരഥത്തിൽ. ആ വനശലഭം എന്നൊക്കെ പറഞ്ഞ പ്രയോഗം ഉണ്ടല്ലോ സാർ. അത് ഈ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നെഗറ്റീവ് ലിസ്റ്റ്, അതിൽപ്പെട്ടൊരു പാട്ടാണിത്. അത് ഇതുവരെ പോസിറ്റീവ് ലിസ്റ്റിൽ വന്നിട്ടില്ല. എനിക്ക് വളരെ എന്നും പോസിറ്റീവ് ലിസ്റ്റിൽ നിൽക്കുന്ന ഇതുപോലത്തെ ഗാനമാണ് മഴവില്ലിൻ പൂപ്പന്തൽ ഇത്ര വേഗം, ജയചന്ദ്രൻ. ആൽമരം. സാർ ഓർമ്മയുണ്ടോ മഴവില്ലിൻ പൂപ്പന്തൽ? മഴവില്ലിൻ പൂപ്പന്തലിത്ര വേഗം മഴയേറ്റു വീഴുമെന്നാരറിഞ്ഞു ആരറിഞ്ഞു പിന്നെയുമിണക്കുയിൽ പിണങ്ങിയല്ലോ. അതതിൻ്റെ പോസിറ്റീവ് ഇതാണ്. സന്തോഷമായിട്ടിരിക്കും അപ്പോഴാണ് പിന്നെയും ഇണക്കുയിൽ. ഇതില് അതില്ല. ആ ഈണം എടുത്തേ ഉള്ളൂ. എടുത്തിട്ട് ദുഃഖഭാവത്തിൽ ആക്കി. മഴവില്ലിൻ പൂപ്പന്തൽ ഇത്ര വേഗം മഴയേറ്റ് വീഴുമെന്ന് ആരറിഞ്ഞു, കണ്ണീരിൻ കടവിലേക്ക്, അങ്ങനെ എന്തോ ആണ് അത് പോകുന്നത്. എന്ത് ഭയങ്കര അതിങ്ങനെ ഒരു സാമാന്യ പാട്ടാണ്. ഏറ്റുമറാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഏറ്റുമറിന്റെ ആണ് ജയചന്ദ്രൻ അസല പാട്ടാണ്. എല്ലാം വ്യർത്ഥം. അതെനിക്ക് സാറെന്താ പറഞ്ഞ പോലെ എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കിയൊരു പാട്ടാണ് അത്. സാറേ ഈ പറഞ്ഞ പാട്ടില്ലേ പിന്നെയും ഇണക്കുയിൽ പിണങ്ങിയല്ലോ, അതിൻ്റെ ആ പാട്ട് ആൽമരം, എനിക്ക് അത് റിലീസായ സമയത്ത് കാണാൻ പറ്റിയില്ല.
അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഈ പടം വരുന്നത്. ആ ഗ്യാപ്പ് കളിക്കാന്ന് പറയും, 3 ദിവസവും കളിച്ചിട്ട് പോകും പടം. എനിക്കിത് കാണണം. അപ്പം ഞങ്ങളുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കും. അത് സാരമില്ലാന്ന് കരുതി, എന്താ റിലാക്സേഷൻ ആകുമല്ലോ എന്നൊക്കെ കരുതി ഈ പടം കാണാൻ പോയി. അത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മഴവില്ലിൻ പൂപ്പന്തലിത്ര വേഗം മഴയേറ്റുവി ഭയങ്കരമായിട്ട് കയറി ഫീൽ ചെയ്തു. എനിക്ക് എന്താണെന്നല്ലേ, ഒരുപക്ഷെ പ്രേമമൊക്കെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം, അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിറ്റേ ദിവസം എൻ്റെ പരീക്ഷയെ ബാധിക്കുകയും ചെയ്തു. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സാറിനെ സ്പർശിച്ച ഒരു പാട്ട് പെട്ടെന്ന് മനസ്സിൽ വരുന്നു എന്ന് പറഞ്ഞ്, ചിദംബരനാഥ് കായംകുളം കൊച്ചുണ്ണിക്ക് വേണ്ടി. വേറെ പാട്ടുകളുണ്ട് അതിൽ, പക്ഷേ ഇത് ഒരു അസാമാന്യ പാട്ടാണ്, ഒരു യുഗ്മഗാനം. ഫീമെയിൽ വോയിസ് ഹമ്മിങ് മാത്രമേ ഉള്ളൂ. കുങ്കുമപ്പൂകൾ പൂത്തു എൻ്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ, കുങ്കുമപ്പൂകൾ പൂത്തു. സാമാന്യ രസമുള്ളൊരു പാട്ടാണ്. ചിദംബരനാഥ് നന്നായിട്ട് എഴുതിയിരിക്കുന്നത്. ഭയങ്കര സീൻ. യേശുദാസാണ് ആ സീനിൽ അഭിനയിച്ചിരിക്കുന്നത്. യേശുദാസും ഉഷാകുമാരി കൂടെ അഭിനയിച്ചിരിക്കുന്നത്. നല്ല രസമുള്ള പാട്ടായിരുന്നു. യേശുദാസ് അഭിനയിച്ച് പാടി അഭിനയിച്ചത്. ഒരു യേശുദാസ് അപൂർവം കുറച്ച് പടങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വയലാർ രാമവർമ്മ പാടി അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പാട്ടുകളുണ്ട്. അതിൽ നമ്മൾ ഈ ത്രെഡിൽ വിട്ടുപോയ ഒരു വിഭാഗമുണ്ട്. ഈ പ്രേതഗാനങ്ങളുണ്ടല്ലോ. കേട്ടാൽ മനുഷ്യൻ പേടിച്ചു പോകുന്നത്. അത് കാണണമെന്നില്ല, കേട്ടാൽ തന്നെ നമുക്ക് ഒരു അഭൗമ സാന്നിധ്യം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു പാട്ടുകളുണ്ട്. ശ്രീകൃഷ്ണ പരുന്ത് എന്ന് പറഞ്ഞ പടത്തില് രഹോമാഷ ചെയ്തിരിക്കുന്നത്. നിലാവിന്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം, കിനാവിന്റെ തേന്മാവിൽ പാടി പാടി, നിലാവിന്റെ പൂങ്കാവിൽ. രസമുള്ളൊരു പാട്ടാണ്. ഈ മനുഷ്യനെ പേടിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്വരങ്ങൾ വെച്ചിട്ട്. സ്വരങ്ങൾ എനിക്ക് തോന്നുന്നത് ഇപ്പൊ പരസ്പരം പെട്ടെന്ന് യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്വരങ്ങളുണ്ടല്ലോ. ഇപ്പൊ മധ്യസ്ഥായില് പാടുന്ന ഇപ്പം രീയും ഗായും പാടിക്കഴിഞ്ഞിട്ട് നേരെ മേൽസ്ഥായിലേക്ക് പോയിട്ട് സായോ രീയോ അല്ലെ ഗായോ പാടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് അത് ചേരുകയല്ലോ. അപ്പൊ നമുക്കൊരു ചേരാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു ഭീതി അവിടെ ഡെവലപ്പ് ചെയ്യുക. അറിയാതെ സംഭവിക്കുന്നൊരു കാര്യമാണ്. ദേവരാമാഷ അതിൻ്റെ ഉസ്താദായിരുന്നു. ആതിരേ തിരുവാതിരേ എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ. അത് ശരിക്കും ഒരു യക്ഷി അല്ലെങ്കിൽ ഒരു പ്രേതം വരുന്ന പോലത്തെ, വെള്ളസാരിയെ കൊടുത്ത പ്രേതമാണ്, എന്നാലും ആ ഒരു പാട്ട് ഒറ്റയ്ക്കിരുന്ന് രാത്രിയിലൊക്കെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാകും. അതുപോലെയാണ് ഈ ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. സാമാന്യ പാട്ടാണ്. അപ്പൊ ഇങ്ങനെ കടലരംഭം പോലെ ഒരു ആദിമഭീകരവനവീഥികളിൽ നിലാവിൽ മയങ്ങിയ മരുഭൂമികളിൽ. ഗംഭീരമായിട്ടുള്ള ഒരു രസമായിട്ട് എടുത്തിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഈ നൂറ്റാണ്ടുകളുടെ അല്ല ഞാൻ പറഞ്ഞത് ഈ വിഷ്വലില് നമ്മൾ വന്നിട്ട് ചോദിക്കും, ഇന്നും നൂറ്റാണ്ടുകളുടെ ഗോപുരമണികൾ വീണ് തകർന്ന ഒരു തെരുവീഥികളിൽ എന്നുള്ള പാട്ട് തീരുന്നത്. ആ ഭാഗം വരുന്നത് വീണു തകർന്ന തെരുവീഥികളിൽ കിട്ടിപ്പോകും നമ്മള്. അത് കേൾക്കുമ്പോൾ പോലും ആ ഒരു ഞെട്ടലുണ്ടാവും. നല്ല രസമായിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. അത് കേട്ടാൽ തന്നെ അറിയാം ഏതോ ഒരു എന്താ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒരു ഇന്റർവെൻഷനാണ് അവിടെ. അതിൻ്റെ അകത്ത് തന്നെ വേറെ പാട്ട്, ഭാർഗവനിലയത്തിൽ വേറെ പാട്ടുണ്ട്. പൊട്ടിത്തകർന്ന് കിനാവു കൊണ്ടൊരു പട്ടുനൂലൂഞ്ഞാല് കെട്ടി ഞാൻ, പട്ടുനൂലൂഞ്ഞാല് കെട്ടി ഞാൻ.
ഇവള് മരിച്ചിട്ട് ഈ പ്രേതമായിട്ട് നടക്കുമ്പോൾ ഉള്ള ആ ഒരു ഇത്, അവളുടെ ആ ദുഃഖമാണ് നമുക്കവിടെ കൂടുതൽ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇത് പാടുന്ന പ്രേതമാണല്ലോ എന്ന് ഓർത്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പോഴും ആ സീൻ കാണുമ്പോൾ അത് നല്ല രസമായിട്ട് വിൻസെന്റ് മാഷ് എടുത്തിട്ടുമുണ്ട്. സാധാരണ ഒരു പെണ്ണിരുന്ന് ഊഞ്ഞാലാടുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ആടുന്നതായിട്ട് കാണിക്കും. ഇത് അതിൻ്റെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഭയങ്കര രസം സാറേ. ഈ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ക്യാമറയിൽ നമ്മൾ കാണുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ ഇവളിങ്ങനെ ഈ പൂച്ചക്കണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഊഞ്ഞാൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പൊട്ടിത്തകർന്ന ഈ ഇവിടെ ഇത് പിടിച്ച് നിർത്തിയിരിക്കുമല്ലോ, ഇതങ്ങ് റിലീസ് ചെയ്യുമ്പോൾ പുറകോട്ടങ്ങ് പോകുക. ഭയങ്കര രസമായിട്ട് ഒരു വല്ലാത്തൊരു ഹോണ്ടിങ് ഫീലിംഗ് വരുന്നതാണ് ആ പാട്ടിൻ്റെ പിക്ചറൈസേഷൻ. സാർ അതൊക്കെ പോട്ടെ, നമ്മളുടെ ഫേവറേറ്റായ കർണാടക സംഗീതത്തിന് അതിന് പറ്റിയ വരികൾ രാഗമാലിക ചെയ്തിട്ടുണ്ടല്ലോ. കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ. അത് ആരുടെ സംഗീതം? അത് ദക്ഷിണാമൂർത്തിയാണ്. ദക്ഷിണാമൂർത്തിയായിരിക്കും. രാഗമാലികയാണ്. കുറെ അതിൻ്റെ പല്ലവി അനുപല്ലവിയിലൊക്കെ അനുപല്ലവിയിലും ചരണത്തിലൊക്കെ വേറെ വേറെ രാഗങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ദേവരായ മാഷി ചെയ്തിട്ടുണ്ട്. നാദബ്രഹ്മത്തിൻ ഭാസ്കര മാഷിന്റെ ആണോ? ഭാസ്കര മാഷിന്റെ കാട്ടൂരൻ പകരം നീന്തി വരും നാഗസുന്ദരിമാരെ അസലായിട്ട് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ രാഗമാലികയാണ്. അങ്ങനെ രാഗമാലികയ്ക്ക് പറ്റിയ പാട്ടുകൾ. അടുത്ത സ്റ്റെപ്പ് വരുമ്പോ കൽപ്പനകളികൾ മൂളി വേറെ രാഗമാണ്. അല്ല പരാജിതനല്ല ഞാൻ സംഗീത സ്വർലോക ഗംഗയിതിൽ മുങ്ങിടുമ്പോൾ സാക്ഷാൽ നാദ. നമുക്കും അങ്ങനെ ആശ്വസിക്കാം. അത് ഈ അങ്ങനെ എഴുതി ഒപ്പിക്കേണ്ടത് ഈ സംഗീത സംവിധായകൻ മനസ്സിൽ കാണുന്ന. ഇപ്പോൾ അദ്ദേഹത്തിന് ഇത് എളുപ്പമാണ്. ഇവിടെ തോടി, ഇവിടെ ഹംസധ്വനി, ഇവിടെ ഹിന്ദോളം നർപ്പന. ഈ സാധനം അതിനകത്ത് നിൽക്കുകയും വേണം. അതിനൊരു അർത്ഥപുഷ്ടി ഉണ്ടാവണം. കേൾക്കുന്നവർക്ക് ഒരു അരോചകമായിട്ട് വാക്കുകളും വരാൻ പാടില്ല. ഗൽഭരായ ദേവരായനും ദക്ഷിണാമൂർത്തി മുണ്ടുമടക്കത്തി നിൽക്കല്ലേ, വിളയാടിക്കുമെന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. അവർ ശരിക്കും വിളയാടുകയും ചെയ്തു. ഭാഗ്യവന്മാർ നമ്മളാണ്. നമുക്കത് കേൾക്കാനുള്ള, ആസ്വദിക്കാനുള്ള, ഇപ്പോഴും സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആ പാട്ടുകൾ മാറ്റിയെടുക്കും. വേറെ ഉണ്ട് അത്തരം പാട്ടുകൾ. ഇല്ല, വാസ്തവത്തിൽ ഇവരുടെയൊക്കെ ഭാസ്കര മാഷിന്റെ ഉള്ളിൽ ഒരു സംഗീതജ്ഞൻ ഉണ്ടായിരുന്നിരിക്കണം ഉറപ്പായിട്ടും. എങ്കിലേ ഇങ്ങനെ ആ മീറ്റർ കണക്കാക്കിയിട്ട് തന്നെ എഴുതുന്ന, അവരുടെ മനസ്സിൽ ആ സംഗീതമുണ്ട്, താളമുണ്ട്, ആ താളത്തിനനുസരിച്ച് തന്നെ എഴുതുന്നത്. വാസ്തവത്തിൽ വലിയൊരു സംഭാവന മലയാള ഗാനരംഗത്തും കവിതയുടെ രംഗത്തും. ഈ കവിതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, പുള്ളിയുടെ ചെറിയ ചെറിയ കവിതാ ശകലങ്ങളുണ്ട്. അത് ചില പടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വിത്തുകൾ എന്ന് പറഞ്ഞ പടം വരുന്നത്. അന്ന് അത് ശ്രദ്ധിച്ചിരുന്നതാണ്. അത് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു പടമാണ്. അതിൽ ഓർക്കുക വല്ലപ്പോഴും എന്ന് പറഞ്ഞു, ഞാൻ ജനിക്കുന്നതിനൊക്കെ മുമ്പ് എഴുതി 1950 ജയകേരളത്തിൽ വന്നൊരു, എൻ്റെ അതിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു പറയാൻ, അതുകൊണ്ടാണ് ഓർക്കുന്നത്. ജയകേരളം വിശേഷപ്രതിയിൽ വന്ന പാട്ടാണ് ഓർക്കുക വല്ലപ്പോഴും എന്ന് പറഞ്ഞത്. യാത്രയാക്കുന്നു സഖി നിന്നെ ഞാൻ മൗനത്തിൻ്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും പദങ്ങളാൽ, വാക്കിന് വിലപിടിപ്പേറും ഈ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെ എന്തോതും ഞാൻ. ഇതാണ് ലൈൻ. അപ്പം ഇത് കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ പ്രീ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞ് പ്രേമം ഉള്ളിൽ കയറി കഴിഞ്ഞു. എവളെ നാളെ കാണാൻ പറ്റുമോ ഇല്ലയോ ഇതൊന്നും നമുക്കൊരു ഉറപ്പുമില്ല. ഇപ്പോൾ ഉള്ള അഡ്രസ്സ് വെച്ചിട്ടാണ് തന്നെ കത്തെഴുതാൻ പോലും പേടിയാണല്ലോ. ഇത് വീട്ടിൽ പിടിക്കും, പുലിവാലാകും. അപ്പം ഇത് എന്നെങ്കിലും ഒരു കാലത്ത് ഇത് കണ്ടുമുട്ടാൻ പറ്റിയാലോ എന്നൊക്കെ കരുതിയിട്ട് എന്തു പറഞ്ഞ് പിരിയാനായിട്ടാണ്. പിരിയൽ എന്ന് പറയുന്നത് അനിവാര്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ചില ഓട്ടോഗ്രാഫിൽ എഴുതുക എന്ന് പറഞ്ഞാൽ സംഭവമല്ലോ ഒന്ന്. അങ്ങനെ ഓട്ടോഗ്രാഫിൽ പലരും എഴുതി കൊടുത്തിരുന്നതാണ്. ഞാൻ അങ്ങനെ എഴുതി കൊടുത്തൊരു സാധനമാണ് ഇത്. യാത്രയാക്കുന്നു സഖി നിന്നെ ഞാൻ മൗനത്തിൻ്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും പദങ്ങളാൽ, വാക്കിന് വിലപിടിപ്പേറും ഈ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെ തോന്നും ഞാൻ. അപ്പം എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ടാണ് അത്ര ധൈര്യമായിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ അത് പ്രശ്നമാകും അടുത്ത്. ഏതായാലും
ഇത് വിത്തുകൾ എന്ന് പറഞ്ഞ പടത്തിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പുള്ളി ഒരു സാഹിത്യകാരനാണ്. അപ്പം മധു അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇങ്ങനെ പഴയ വീട്ടിലൊരു നിർവാഹമില്ല, തീരെ തുച്ഛമായ വരുമാനമുള്ള ഒരു ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നൊരു സാഹിത്യകാരൻ. അപ്പൊ ഇയാള് ജീവിക്കാനായിട്ട് കഷ്ടപ്പെടുന്നു. അപ്പൊ ചേട്ടന്മാരെല്ലാം വലിയ നിലയ്ക്കായി. അപ്പൊ ഈ പുള്ളി പഴയ സർട്ടിഫിക്കറ്റുകൾ, അമ്മയുടെ ശ്രാദ്ധത്തിന് വരുമ്പോൾ പഴയ സർട്ടിഫിക്കറ്റുകളും ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ, പഴയ കവിതാശകലങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഇതൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കാണുന്ന ഒരു കവിതയായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങ് സൂക്ഷിക്കുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കവിതകളുണ്ട്, എല്ലാം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അല്ല, ഓർക്കുക വല്ലപ്പോഴും ഭാസ്കരൻ മാഷിന്റെ ഒരു ബ്രാൻഡായിട്ട് സിഗ്നേച്ചറായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ഓർക്കുക വല്ലപ്പോഴും എന്നുള്ള ആ ഫ്രേസ് എടുത്തിട്ട് വേറൊരു കവിതയാക്കി മാറ്റി ഒരു സിനിമയ്ക്ക് പേരിട്ടിട്ടുണ്ട്. വേറൊരു സിനിമയ്ക്ക് അങ്ങനെ പേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഭാസ്കരൻ മാഷിന്റെ പ്രയോഗം വളരെ പ്രശസ്തമാണ്, ഓർക്കുക വല്ലപ്പോഴും എന്നുള്ളത്. അങ്ങനെ ഭാസ്കരൻ മാഷിനെ നമ്മൾ വല്ലപ്പോഴും ഓർക്കണമല്ലോ, അതിനുള്ള ഒരു അവസരമായിരുന്നു. ഭാസ്കരൻ മാഷ് ഗാനരചയിതാവ്, കവി എന്നുള്ളത് പോലെ തന്നെ 40-40ഓളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 44 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 5-6 സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. ജഗദ്ഗുരു ആദിശങ്കരനൊക്കെ പുള്ളി നിർമ്മിച്ച, ശങ്കര എന്ന് പറഞ്ഞ പടമൊക്കെ പുള്ളി നിർമ്മിച്ച പടമാണ്. അഭിനയിച്ചിട്ടുണ്ട്, നല്ല ഒന്നാന്തരമായിട്ട് അഭിനയിച്ചു. മനോരഥം എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പ്രായം ചെന്നൊരു കാരണവരായിട്ട് നല്ല ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു. സാർ, അദ്ദേഹത്തിൻ്റെ റേഞ്ച് സാർ നോക്കൂ, സാധാരണ ആരും ധൈര്യപ്പെടുകയില്ല. അദ്ദേഹം പ്രൊഡക്ഷനും സംവിധാനവും നടത്തിയ 2 സിനിമ, ഒന്ന് ഭഗവത്ഗീത, വേറൊന്ന് ആദിശങ്കർ, പ്ലസ് വള്ളത്തോളിനെ പറ്റി ഒരു ഡോക്യുമെന്ററി ഉണ്ട്, വള്ളത്തോളിനെ കുറിച്ച്. ഇതിന് കാശ് മുടക്കുക എന്ന് സാറ് ആര് ധൈര്യപ്പെടും? ഭഗവത്ഗീത എന്ന് പറയുന്നത് അന്ന് പ്രത്യേകിച്ച് ഡോക്യുമെന്ററിക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരം പടത്തിന് കാശ് മുടക്കിയ തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല, പോകാനാണ് സാധ്യത. അതെ, മാത്രമല്ല അന്ന് കേരളത്തിലെ അന്തരീക്ഷത്തിലുണ്ടല്ലോ ഭഗവത്ഗീത ഒരു പിന്തിരിപ്പൻ ആശയമായിട്ട്. ആദിശങ്കരൻ എന്ന് പറഞ്ഞാൽ ജാതി കോമരമാണ്. ആ അന്തരീക്ഷം ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല, കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ അന്തരീക്ഷത്തിൽ അങ്ങനൊരു സിനിമ പണം മുടക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭാസ്കരൻ മാഷിനെ കുറച്ചൊന്നും അഭിനന്ദിച്ചാൽ പോരാ. ശങ്കരാചാര്യരുടെ രചനകളൊക്കെ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സൗന്ദര്യലഹരി എന്നുള്ള ഇതൊക്കെ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ശങ്കര ദിഗ്വിജയ് പാട്ട് പുള്ളി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് അധികമാരും ശ്രദ്ധിച്ചിട്ടില്ല. പി ഭാസ്കരൻ ആ പണ്ട് സിനിമാ പാട്ടൊക്കെ എഴുതിയ ഒരാൾ അല്ലേ, ഇങ്ങനെ വിചാരിക്കും. അങ്ങനെയല്ല ഒരു കൾച്ചറൽ കോൺട്രിബ്യൂഷൻ സിനിമയ്ക്ക് ചെയ്ത ആളാണ്. ആ സിനിമയെ ഒരു പ്രത്യേക തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുപോകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിന് കാശ് മുടക്കി പ്രയത്നിച്ച ആളുമാണ്. സിനിമ അവിടെ എത്തിയോ എന്നുള്ളത് വേറെ കാര്യം. സിനിമ ഇപ്പോൾ വേറെ എവിടെയൊക്കെയാണ്. അന്ന് സിനിമയ്ക്ക് ഒത്തിരി പരിമിതി ഉണ്ടായിരുന്നു, സാങ്കേതികമായിട്ടും എല്ലാം വളരെ പരിമിതി ഉണ്ടായിരുന്നു. പൈസ മുടക്കുന്ന കാര്യത്തിലും ഒക്കെ വളരെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ് ഈ ശങ്കരാചാര്യരെ കുറിച്ചുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ സഞ്ചരിച്ചിട്ട് ഷൂട്ട് ചെയ്ത പടമാണ്. ഇവിടുന്ന് ഇവിടം വരെ പോയി, വടക്ക് വരെ പോയി. വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഈ 101ാം ജന്മദിനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഓർക്കുക വല്ലപ്പോഴും. അങ്ങനെ ഓർക്കാൻ ഒരു അവസരം നമുക്കും ഉണ്ടായി. ധന്യമായൊരു ജീവിതം, മഹത്തായൊരു ജീവിതം, കൃതകൃത്യതയുള്ളൊരു ജീവിതം, കൃതാർത്ഥമായ ജീവിതം. അതാണ് പി ഭാസ്കരൻ. അവിടെ കൊണ്ട് നമുക്ക് നിർത്താം. ശരി, നമസ്കാരം.